ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഒട്ടും സമയം കളയേണ്ട, വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ കുറച്ച് മീൻ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 10 പീസ് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അടുത്തൊരു ഫിഷ് ഫാം ഉണ്ട്, അവിടെ ചെന്ന് വാങ്ങിച്ചതാണ്. കരിമീൻ വർഗ്ഗത്തിൽപ്പെട്ട മീനാണിത്. ഗിഫ്റ്റ് എന്നാണ് അവർ പേര് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എടുത്തു വെച്ചതാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് തിരുമ്മി യോജിപ്പിക്കാം. ഉപ്പ് കൂടാതെ ഒരു മുറി നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർക്കുന്നത് നല്ലതാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണിത്. അതിനായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഈ 2 കൂട്ടവും കൂടെ നമുക്ക് കുറച്ച് സമയത്തേക്കിന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള സവോളയും ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തേങ്ങാപ്പാലെല്ലാം എടുത്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്കതെല്ലാം എടുത്ത് വയ്ക്കാം. അപ്പോൾ സവോളയെല്ലാം വഴറ്റാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ഗ്രാമ്പു, 2 പീസ് കറുവാപ്പട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒരു 2 ചെറിയ സൈസ് സവോളയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവോള ചെറുതായിട്ട് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വറുക്കാനായിട്ട് ഇടാം. മറ്റൊരു സ്റ്റൗവിൽ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി 2ആയിട്ട് കീറിയത്, പിന്നെ പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് മുകൾ ഭാഗത്തായിട്ട് കീറി വെച്ചിട്ടുണ്ട്. 6 എണ്ണം എടുത്തത് വലിയ എരിവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മുളകിന് എരിവുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു 4 എണ്ണം മതിയാകും. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ നമുക്ക് തിരിച്ചു മറിച്ചിട്ടെടുക്കാം. ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ഈ മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക്
ഈ അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ടാം പാല് കുറച്ച് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടാം പാല് കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചേർക്കണമെന്നില്ല. പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ ഒക്കെ എരിവുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അടുത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം സ്പൈസസ് ഒക്കെ ചേർത്തത് കൊണ്ട് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മതിയാകും. പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞാണ് സാധാരണ ഫിഷ് മോളിക്ക് കാണാറ്. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിരുന്നു. ഇത് കൂടുതൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ്. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് മൂട മാറ്റാം. നമുക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മുമ്പ് രണ്ടാം പാല് ചേർത്ത് അരച്ച് വെച്ചിരുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ നമുക്ക് മൂടി വയ്ക്കാം. അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൂടാതെ ഗ്രേവി കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കൊന്നും കൂടെ ചുറ്റിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മൂട നമുക്ക് മാറ്റി നോക്കാം. ഇതിലേക്ക് അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്ത് അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തീ ഒന്ന് കൂട്ടി വെക്കുക. ചെറിയ തോതിലൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അധിക സമയം സ്റ്റൗവിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് എരിവും ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചെറിയ തോതിൽ എരിവും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്.
ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 തണ്ട് കറിവേപ്പില ഇതിന് മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇനി വേറൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.